മെർസീഡീസ് ബെൻസ് ഇ ക്ലാസ് W212 അതായത് 2009 മുതൽ 2016 വരെയുള്ള ഇ ക്ലാസിനെയാണ് W212 എന്ന് പറയാം. ഈ കാറിന്റെ കംപ്ലൈന്റ് എക്കോ ഓട്ടോ സ്റ്റാർട്ട് സ്റ്റോപ്പ് ഫംഗ്ഷൻ വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളതായിരുന്നു. എന്താണ് ഈ എക്കോ ഓട്ടോമാറ്റിക് സ്റ്റാർട്ട് സ്റ്റോപ്പ് ഫംഗ്ഷൻ? നമ്മൾ ട്രാഫിക് ലൈറ്റിൽ കാർ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ആയി കഴിഞ്ഞാൽ എഞ്ചിൻ ഓട്ടോമാറ്റിക് ആയിട്ട് ഓഫ് ആവും. അതിനുശേഷം ആവശ്യമുള്ള സമയത്ത് എഞ്ചിൻ സ്റ്റാർട്ട് ആവും. എപ്പോഴാണ് എഞ്ചിൻ സ്റ്റാർട്ട് ആവുന്നത്? ഒന്നെങ്കിൽ കാർ ഇപ്പൊ മൂവ് ചെയ്യണം, ജസ്റ്റ് മൂവ് ചെയ്യണമെങ്കിൽ എഞ്ചിൻ സ്റ്റാർട്ട് ആവും. ബ്രേക്ക് റിലീസ് ചെയ്യണമെങ്കിൽ സ്റ്റാർട്ട് ആവും. അതുപോലെ തന്നെ സ്റ്റിയറിംഗ് ടേൺ ചെയ്യുകയാണെങ്കിൽ സ്റ്റാർട്ട് ആവും. ആക്സിഷൻ പെഡൽ അപ്ലൈ ചെയ്ത് സ്റ്റാർട്ട് ആവും. AC ടെമ്പറേച്ചർ ഉദ്ദേശിക്കുന്ന ഡിസൈഡ് വാല്യൂലല്ല, ലിമിറ്റിലല്ല എങ്കിൽ കാർ എഞ്ചിൻ ഓട്ടോമാറ്റിക് ആയിട്ട് സ്റ്റാർട്ട് ആവും. ഗിയർ ഷിഫ്റ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് സ്റ്റാർട്ട് ആവും. ബാറ്ററി എന്തെങ്കിലും ഡ്രെയിൻ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് സ്റ്റാർട്ട് ആവും. ഇനി എന്തൊക്കെ കണ്ടീഷൻ മെറ്റ് ചെയ്താലാണ് ഈ ഓട്ടോമാറ്റിക് സ്റ്റാർട്ട് സ്റ്റോപ്പ് ഫംഗ്ഷൻ എനേബിൾ ആവുന്നത്? ഒന്ന്, എഞ്ചിൻ ഓപ്പറേറ്റിംഗ് ടെമ്പറേച്ചറിലായിരിക്കണം, അതായത് 90 to 100 ഡിഗ്രി സെൽഷ്യസിലായിരിക്കണം. പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് ബാറ്ററിക്ക് സഫീഷ്യന്റ് ആയിട്ടുള്ള ചാർജ് ഉണ്ടാകണം. പിന്നെ സീറ്റ് ബെൽറ്റ് ഫാസ്റ്റൻ ചെയ്തിരിക്കണം. AC ഡിസൈഡ് ടെമ്പറേച്ചറിൽ തന്നെ ആയിരിക്കണം. അതുപോലെ തന്നെ എല്ലാ ഡോറും കറക്റ്റ് ആയിട്ട് ക്ലോസ് ചെയ്തിരിക്കണം. ഹുഡും അതുപോലെ തന്നെ ക്ലോസ് ചെയ്തിട്ടുണ്ടാവണം. ഇത്രയും കണ്ടീഷൻ ഓക്കെ ആണെങ്കിൽ ഓട്ടോ സ്റ്റാർട്ട് സ്റ്റോപ്പ് ഫംഗ്ഷൻ വർക്ക് ചെയ്യും. നോക്കൂ, ഈ ഒരു കാറിന്റെ ഓട്ടോ സ്റ്റാർട്ട് സ്റ്റോപ്പ് ഫംഗ്ഷൻ എനേബിൾ ആകുന്നില്ല. ഡയഗ്നോസിൻ ട്രബിൾ കോഡ് പറയുന്നത് ബാറ്ററി സെൻസറിന്റെ ഫോൾട്ട് ആയിട്ടാണ്. അപ്പോൾ ബാറ്ററി സെൻസർ റീപ്ലേസ് ചെയ്തു. നൗ എവറിത്തിങ് ഇസ് വർക്കിംഗ് പ്രോപ്പർലി. ഓട്ടോ സ്റ്റാർട്ട് സ്റ്റോപ്പ് ഫംഗ്ഷൻ ഇതിന്റെ ഡിസഡ്വാൻറ്റേജസ്, ഇത് ശരിക്കും വേൾഡ് ക്ലാസ് എഞ്ചിനീയേഴ്സ് ഇയേഴ്സ് ഇരുന്നിട്ട് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് നടത്തിയിട്ടാണ് ഒരു ഫീച്ചർ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. പക്ഷേ യൂസേഴ്സ് പറയുന്ന നെഗറ്റീവ് റിവ്യൂസ് വെച്ചിട്ടാണ് ഈ ഡിസഡ്വാൻറ്റേജസ് ലിസ്റ്റ് ഔട്ട് ചെയ്തിരിക്കുന്നത്. അതിൽ ഫസ്റ്റ് ഡിസഡ്വാൻറ്റേജ് പറയുന്നത് എഞ്ചിൻ ഏറ്റവും കൂടുതൽ വെയർ ആൻഡ് ടയർ സംഭവിക്കുന്നത് എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യുമ്പോഴും സ്റ്റോപ്പ് ചെയ്യുമ്പോഴാണ്. അപ്പോൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് സ്റ്റാർട്ട് സ്റ്റോപ്പ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എഞ്ചിൻ വെയർ ആൻഡ് ടയർ സംഭവിക്കും. അതുവരെ എഞ്ചിന് പ്രീമച്വർ ഡാമേജ് വരില്ലേ. രണ്ട്, സ്റ്റാർട്ടർ മോട്ടറിന് ഏറ്റവും കൂടുതൽ വെയർ ആൻഡ് ടയർ വരുന്നത് സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്റ്റാർട്ടർ മോട്ടർ പ്രീമച്വർ ഡാമേജ് വരാൻ ചാൻസ് ഇല്ലേ. എഞ്ചിൻ മൗണ്ടിങ് ഏറ്റവും കൂടുതൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സ്റ്റോപ്പ് ചെയ്യുമ്പോഴും വർക്ക് ചെയ്യുന്നതാണ് എഞ്ചിൻ മൗണ്ടിങ് ഇതുപോലെ തന്നെ പ്രീമച്വർ ഡാമേജ് വരില്ലേ, ചാൻസ് ഇല്ലേ. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് കണ്ടത്. ഇനി നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം, നമുക്ക് ഡിസ്കസ് ചെയ്യാം.